എന്താ ഇയാൾ ഇങ്ങനെ ചെയ്തു തുടങ്ങി എന്ത് ചെയ്യും നമ്മള്? ഇന്നലെ കുറച്ച് സമയം കൂടെ കിട്ടിയെങ്കിലുണ്ടല്ലോ അവനെ അടിച്ച് അവന്റെ തലമുണ്ട പൊട്ടിച്ചിട്ട് ഞാൻ ജയിലിൽ പോയനെ. ഞാനൊരു കാര്യം ചെയ്യട്ടെ? എന്താ സാറേ? അവനോട് ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ സംസാരിക്കട്ടെ? ഇനിയിപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ച അവൻ എന്തെങ്കിലും ഒന്ന് രണ്ടും പറഞ്ഞാൽ സാറേ ഞാൻ ഇനി നോക്കാനൊന്നുമില്ല, അവനെ ഞാൻ കൊല്ലും. കൊന്നിട്ട് സാർ കേസ് പറഞ്ഞു, കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി, ഞാൻ സംസാരിച്ചോളാം കേട്ടാ. ഞാൻ മിണ്ടൂല, ഞാൻ ചൊറിയാൻ വന്ന അച്ഛൻ മൈൻഡ് ചെയ്യാൻ പോണ്ട. വിചാരിക്കുക ഇരിക്കും. ഏതായാലും ഇപ്പോ നിങ്ങൾ പിരിയാൻ പോവാണ്. അനുസരണ ഇല്ല സാറേ, അതുകൊണ്ടാണ്. ഭർത്താവ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞ അതെ അതെ. നിങ്ങൾ ഇന്നലെ എവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല സാറേ, ഞാൻ മര്യാദക്ക് ചെന്നതാണ് അവിടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതുകൂടെ ചേർത്തിട്ട് അവര് കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ നിങ്ങൾ അകത്തു പോവും. സാറേ ഇയാളുടെ മോളെ കെട്ടിയാലും വലിയ ശിക്ഷ എനിക്ക് കിട്ടാനില്ല. അതുതന്നെ സാറേ എനിക്കും പറയാനുള്ളത്, യവന് കെട്ടിച്ചോടത്തേക്കാളും എന്റെ മോളെ ഞാൻ കടലിൽ കൊണ്ട് മുക്കിയാൽ മതി, കളഞ്ഞാൽ മതിയായിരുന്നു. കടല് കലക്കാൻ. ശരി ശരി, അത് പോട്ടെ. അപ്പോൾ നിങ്ങളുടെ കേസ് നമുക്ക് കോടതിയിൽ കാണാം, അത് വിട്. പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം പറയണം. നിങ്ങളുടെ കൊച്ചിന് ഒരു ഒഫീഷ്യൽ പേരില്ലാതെ അത് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുഞ്ഞിന്റെ ഏറ്റവും മൗലികമായ അവകാശം തന്നെയാണ് അവന്റെ പേര്. ആ പേര് ഉറപ്പായിട്ടും രക്ഷിതാക്കൾ കൊടുത്തേ പറ്റൂ. വലുതായി കഴിയുമ്പോൾ അയാൾക്ക് ആ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ എന്തായാലും നമ്മൾ അത് ചെയ്തു കൊടുക്കണം. സാറേ ഞങ്ങൾ കുറെ നല്ല പേരുകൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്നും ഇടാന്നേ പറയുള്ളൂ. പക്ഷെ അവൻ പറയണത് അവൻ ഒരൊറ്റ പേര് തന്നെ അത് ഇടണമെന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ച അതിടാൻ അതൊന്നും നടക്കൂലത്. നിങ്ങൾ കണ്ടുവച്ചേക്കണ പേര് തമ്മിൽ അങ്ങോട്ട് വിളിച്ചു. ഞാൻ അത് പോട്ടെ. ഒരു കാര്യം ചെയ്യാം, കൊച്ചിന്റെ പേരിന്റെ കാര്യത്തിൽ ഏതായാലും ഇപ്പൊ ഇതുപോലെ തർക്കം നിൽക്കുന്നതുകൊണ്ട് അതും കോടതി തന്നെ തീരുമാനിക്കട്ടെ. അപ്പൊ കോടതി കുഞ്ഞിനൊരു പേരിടും, ആ പേര് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. കോടതി പേരിടും? കോടതി പേരിടും. പാരന്റ്സ് പാട്രിയ എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. ഇല്ല, ആ പേരൊന്നും ഇടണ്ട, അതൊന്നും പഠിപ്പല്ല. അത് പേരല്ലടോ, കോടതിക്ക് പേരിടാനുള്ള അധികാരത്തെയാണ് പാരന്റ്സ് പാട്രിയ എന്ന് പറയുന്നത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതിന്റെ വഴിക്ക് പോട്ടെ. എന്നാലും സാറേ ഞാൻ ചോദിക്കണം അവസാനമായിട്ട്, നിങ്ങൾ എന്താ കൊച്ചിനെ കണ്ടുവച്ച പേര്? എന്താ? ദയ. നല്ല പേരാണല്ലോ. പേരൊക്കെ നല്ലതാണ്. ഈ പറഞ്ഞ രണ്ടുപേർക്ക് ഈ സാധനം ഇല്ല. ഞങ്ങളത് കാണിക്കുന്നുണ്ട് ദയൊക്കെ. അതൊക്കെ കാണിച്ചോ. ഞാനൊരു നല്ല പേര് കണ്ടുവച്ചിട്ടുണ്ട്, അച്ഛൻ എന്നുള്ള നിലയിൽ ജമന്തി. ജമന്തി നല്ല പേരാണല്ലോ, പൂവിന്റെ പേരല്ലേ? എന്റെ സാറ് ആ പേരിടാൻ പറ്റൂലെന്നല്ലേ ഞാൻ പറയണേ. അതായത് അമ്മ ദയ എന്ന് പറഞ്ഞു, അച്ഛൻ ജമന്തി എന്ന് പറഞ്ഞു. ദയ വെട്ടിക്കും. എന്നാ ഞാനൊരു പേര് പറയട്ടെ. ഞാൻ നിങ്ങളുടെ വക്കീലാണല്ലോ, ഞാൻ പറയുന്ന പേര് നിങ്ങൾ അംഗീകരിക്കും. അമ്മ പറഞ്ഞിട്ടുള്ള ദയ എന്നുള്ളതിൽ നിന്ന് നമ്മളെടുത്തു, അച്ഛൻ പറഞ്ഞിട്ടുള്ള ജമന്തി എന്നില്ല മന്തി നമ്മളെടുത്തു. അങ്ങനെ ദമയന്തി എന്നുള്ള പേര് നമുക്ക് അങ്ങ് കിട്ടാലോ. അല്ല, ഒന്നും പറഞ്ഞില്ല. പറയാനൊന്നുമില്ല, വക്കീല് പറഞ്ഞില്ലേ പാരന്റ്സ് പാട്രിയ, അത് മതി. അവളെ തീർക്കാൻ വിളിച്ചെങ്കിൽ എന്താണ് സാറെന്ത് പണിയാ കാട്ടിയത്? അതെന്റെ പഴയ കാമുകിയുടെ പേരല്ലേ? അത് ഞാൻ ഓർത്തില്ല. അതോർത്തില്ല. അത് അവരെങ്ങനെ അംഗീകരിക്കും? അത് അംഗീകരിക്കില്ലല്ലോ.